ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഈ പപ്പടം നമുക്ക് എങ്ങനെ കാച്ചിയെടുക്കാമെന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ പപ്പടം കുത്തിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് പപ്പടം കാച്ചിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇതുപോലൊക്കെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പപ്പടം എങ്ങനെ കാച്ചിയെടുക്കാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം ഞാനിവിടെ പപ്പടം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫോർക്ക് കണ്ടില്ലേ, ഫോർക്കിൻ്റെ ആ ഒരു 2-3 സൈഡിൻ്റെ അകത്തോട്ട് ഞാൻ ഇതേപോലൊക്കെ പപ്പടം കുത്തി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളത്തുമില്ല. നമുക്ക് പപ്പടം കുത്തിയില്ലെങ്കിലും പപ്പടം ഇതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതാ കണ്ടില്ലേ. അതിനുശേഷം ഇതേപോലെ നമുക്ക് തിരിച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, കണ്ടില്ലേ. ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഈ പപ്പടം ഒന്ന് കടത്തിയെടുക്കാം, കണ്ടില്ലേ. അപ്പം നമ്മുടെ പപ്പടം ഒട്ടും എണ്ണ ഇല്ലാതെ കൊണ്ട് നമുക്കിതുപോലെ ഫോർക്ക് വെച്ച് ഓരോന്നും കാച്ചിയെടുക്കാവുന്നതാണ്. പപ്പടം കുത്തിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് ഞാനിവിടെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ബാലൻസ് ഒക്കെ വരുന്നത് എല്ലാം ഒരു അവിയലിനും സാമ്പാറിനും ഒക്കെ ഇല്ലാതെ കൊണ്ട് ഇതുപോലെ കുറച്ചായിട്ട് നമുക്ക് ബാലൻസ് വരാറുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊരു തോരൻ നമുക്ക് തയ്യാറാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 കോവയ്ക്കയും 2 സവാളയും 2 ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കഴുകി നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ തന്നെ ഞാനിവിടെ തോരനെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റും സവാളയും ആ ഒരു കോവയ്ക്കയും കൂടി. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയല്ല ചേർക്കുന്നത്. ഒരു 4 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചെറുതായിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിടാം. ചുമന്ന മുളക് നമ്മൾ ചേർക്കുന്നില്ല. എരിയുടെ അനുസരിച്ച് 4-5 നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കതിന് ചേർക്കാനുള്ള ചേരുവകളൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നല്ലപോലെ അരയരുത്, തോരനരയ്ക്കുന്ന പോലെ ചതയ്ക്കുകയാവും. എന്നിട്ട് നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന പോലെ കടുക് വറുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തോരൻ്റെ എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലൊന്ന് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരപ്പ് കഴുകിയ വെള്ളം മിക്സി കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം. അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ക്യാരറ്റും കോവയ്ക്കയും സവാളയും ചേർത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തോരൻ തയ്യാറാക്കി നോക്ക്. ചോറിനും കുട്ടികൾക്ക് കൊണ്ടുപോകാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ മുട്ട നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ അല്ലെങ്കിൽ തോടല്ല നമുക്ക് വേണ്ടത്. സാധാരണ മുട്ട നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കത്തില്ലേ, ആ മുട്ടയുടെ തോടാണ് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കഴുകി വേണം എടുക്കാൻ. കഴുകിയല്ല ഞാനിവിടെ ഉണക്കി എടുത്തിരുന്ന മുട്ടത്തോടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെറും 20 രൂപ മാത്രമുള്ള കൊക്കക്കോളയാണ്. കണ്ടില്ലേ, ഞാനിവിടെ 20 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കൊക്കക്കോള എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടത്തോടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടത്തോടിലെല്ലാം കുറച്ച് കൊക്കക്കോള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു വെള്ളത്തോടു കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം.
അപ്പം ഞാനിവിടെ ഒരു 4-5 മുട്ടയുടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇത് കുറച്ച് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൊക്കോക്കോളയുടെ വെള്ളത്തോട് കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഒഴിക്കേണ്ട, പെട്ടെന്ന് അരയത്തില്ല, പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പം ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്കാണ്, പഴയ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഞാനിത് ഫുള്ളും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന ഈ മുട്ടത്തോട് കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനമാണുള്ളത്. നമുക്ക് പല പല കാര്യങ്ങളും പൈസ ലാഭിക്കാം, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി തൊട്ട് മുട്ടത്തോട് നിങ്ങൾ കളയരുത്. ഇനി നമുക്ക് വേണ്ടത്, നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റിൽ നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നമ്മുടെ കരി പിടിച്ച പാത്രങ്ങൾ, പ്രഷർ കുക്കറുകൾ, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ, ഇവയൊക്കെ ബാക്ക് സൈഡൊക്കെ അതിൻ്റെ നല്ല പോലെ കരി പിടിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, എത്ര കരി പിടിച്ച പാത്രങ്ങളും നമുക്ക് ഈ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം ഇപ്പം നിങ്ങളെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് പെട്ടെന്നാണ് കറുത്ത് കരി പിടിച്ച് കറ പിടിച്ച് അഴുക്ക് പിടിച്ച് പോകുന്നത്. ഇതൊക്കെ പെട്ടെന്ന് പോകാനും നമുക്ക് ഈ ഒരു മുട്ടത്തോടും അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് വാഷ്, അതുപോലെ തന്നെ നമ്മുടെ കൊക്കോക്കോള, ഇതെല്ലാം ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ ഈ ഒരു ചരുവം, കരി പിടിച്ച ചരുവം നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കാം. ഫസ്റ്റിൽ നമ്മുടെ കയ്യിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ആ മിശ്രിതത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു കരി പിടിച്ച പാത്രം ഞാനിവിടെ നിങ്ങളെ ഒന്ന് തേച്ച് കഴുകി കാണിക്കാം. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒത്തിരി ഹാർഡായിട്ടൊന്നും നമുക്ക് തേക്കേണ്ട കാര്യമില്ല, കൈയും വേദനിക്കത്തില്ല. നമുക്ക് പെട്ടെന്ന് ഇത് തേച്ച് കഴുകാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്ര കരി പിടിച്ച പ്രഷർ കുക്കറൊക്കെ ആണെങ്കിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കരി പിടിച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് കരി പിടിച്ച് പോകാറുണ്ട്, അടുക്കി പിടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മിശ്രിതം വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇതാ കണ്ടില്ലേ, ഞാനിവിടെ കഴുകിയിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല പുതുപുത്തനായിട്ടുണ്ട്. പാത്രത്തിൻ്റെ ഒരു നല്ലൊരു തിളക്കമില്ലേ പാത്രത്തിന്, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ എത്ര കരി പിടിച്ച പാത്രമാണെങ്കിലും ഇതേപോലെ ഒന്ന് കഴുകുക. അതുപോലെ തന്നെ കരി പിടിക്കാതെ ഇതുപോലെ നമ്മൾ ഓട്സ് കാച്ചിയ ഒരു പാത്രമാണ് ഇത്, ഇതുപോലെയൊക്കെ വറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് ഞാനിത് കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം. അതാ ഞാനിവിടെ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം. തേച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് കഴുകി കാണിക്കാം. കണ്ടില്ലേ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അതാ ഞാനിവിടെ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം. തേച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് കഴുകി കാണിക്കാം. കണ്ടില്ലേ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സിങ്കാണ്. നമ്മൾ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിങ്ക് പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിശ്രിതം തയ്യാറാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. വെച്ചതിന് ശേഷം ഇതുപോലൊരു സ്റ്റീലിൻ്റെ പഴയ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് തേച്ച് കഴിയാൽ മതി. നല്ല കളറായിരിക്കും. ഇതാ ഇപ്പോൾ ഇവിടെ നല്ല പോലെ അഴുക്കുണ്ട്. നിങ്ങളെ ഞാനിന്ന് കാണിക്കാം. എന്താ കണ്ടില്ലേ, ഇവിടെ എല്ലാം അഴുക്കുണ്ട്. ഇനി ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാനിന്ന് കാണിക്കാം. നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. എത്ര അഴുക്ക് പിടിച്ച സിങ്കും അതുപോലെ തന്നെ പൈപ്പും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും.
കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല പുതുപുത്തനായിട്ടുണ്ട്. മുട്ടത്തോടെന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഡിഷ് വാഷ്, നമ്മൾ കൊക്കോകോള എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര അഴുക്ക് പിടിച്ചോ അതുപോലെ തന്നെ ഇതുപോലെ ബ്ലോക്ക് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിങ്കിലേക്ക് കുറച്ച് കൊക്കോകോളയും കൂടി ഇതിൻ്റെ മൂടങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഒഴിച്ചു കൊടുത്താലും നിങ്ങൾക്ക് ഈ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ, പുതുപുത്തനായിട്ടില്ലേ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ക്ലോസറ്റ് വൈറ്റ് കളർ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മൾ ഇതുപോലൊക്കെ എത്ര അഴുക്ക് പിടിച്ചതും മഞ്ഞക്കറ പിടിച്ചതും ക്ലോസറ്റ് ആണെങ്കിൽ ഇതേപോലെ നിങ്ങളൊന്ന് കുറച്ച് ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ, ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. 5 മിനിറ്റിന് ശേഷം വേണം ക്ലീൻ ചെയ്യാനെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇതുപോലെ ചെയ്യുമ്പോഴേക്കും ആ മുട്ടത്തോടിൻ്റെ ആ ഒരു കൊക്കോകോളയും കൂടെ മിക്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അത് കണ്ടില്ലേ, ആദ്യം കണ്ട പോലെ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ടോയ്ലറ്റ് ഇവിടെ പുതുപുത്തനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്ന. വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന്, വൈറ്റ് ക്ലോസറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇതൊരു കളർ ഉള്ളതായതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും നിങ്ങൾ ആ ക്ലോസപ്പ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സും അതുപോലെ തന്നെ പാചകവും കുക്കിങ്ങും എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.